ഇക്കുറി മോണോ ആക്ട് മത്സരഫലമാണ് കലാതിലകത്തെ നിർണയിച്ചത്. ഒട്ടേറെ പരാതികളും പ്രതിഷേധവും ഉയർത്തിയതായിരുന്നു മോണോ ആക്ടിന്റെ ഫലപ്രഖ്യാപനം. ഇങ്ങോട്ട് വരുമ്പോ ഏതെങ്കിലും ഒരെണ്ണത്തിനെങ്കിലും ഫസ്റ്റ് വാങ്ങണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഇവിടെ വന്നപ്പോ 3 ഫസ്റ്റ് കിട്ടി. അങ്ങനെ നല്ല പോയിന്റ് ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാരും പറഞ്ഞു കലാതിലകം കിട്ടും ഇങ്ങനെ പറഞ്ഞിട്ട് മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായി. മറ്റേ കുട്ടി ഒന്നും ചെയ്തില്ല. വേദിയിലുള്ള എല്ലാരും പറഞ്ഞു ചെയ്തില്ല, വെറുതെ സ്റ്റാർ ആയതുകൊണ്ട് മാത്രം കിട്ടിയതാ കുട്ടിക്ക്. യഥാർത്ഥത്തില് കാസറ്റ് ഉണ്ട്. കാസറ്റ് ഇട്ടിട്ട് നല്ല ആൾക്കാരെ വിളിച്ചിരുത്തി ശരിക്കും നോക്കിയിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. നിങ്ങൾക്ക് പിന്നെ ഇതുണ്ടല്ലോ, വീഡിയോ കാസറ്റൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ സ്വയം വിലയിരുത്തുക. നല്ലതാണെങ്കിൽ മാത്രം മതി. ഞങ്ങൾക്ക് കലാപ്രതിഭയും കലാതിലകം ഒന്നും വേണ്ട. അതിന് ഫസ്റ്റ് എന്തുകൊണ്ട് കിട്ടിയില്ല എന്നുള്ളതാണ്. പലപ്പോഴും ഇതുകൊണ്ടൊരു കുട്ടി കൊടുക്കാതിരിക്കേണ്ട കാര്യമുള്ളൂ. ഇത് കൊടുത്തു പോയത് കൊണ്ട് കലാതിലകം ആകും എന്നുള്ളത് കൊണ്ട് ഇത് കൊടുക്കാതിരിക്കേണ്ട കാര്യമില്ല. അത്രമാത്രം നമുക്ക്. അല്ല, അവർക്ക് കലാതിലകം കിട്ടണം ഞങ്ങൾ ആ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ വന്നിട്ടുള്ളതേ ആ പ്രതീക്ഷ അല്ല. കളി പെർഫോം ചെയ്യുക. സ്റ്റേജിൽ ഇതുവരെ പെർഫോം ചെയ്ത എല്ലാ കാര്യത്തിനും വളരെ നല്ല അഭിപ്രായം ജനങ്ങളിൽ നിന്നുണ്ട്. ഒരാൾ കരഞ്ഞുകൊണ്ട് പ്രതിഷേധം അറിയിച്ചപ്പോൾ മറ്റു ചിലർ വിധിക്കെതിരെ പരാതികൾ നൽകുകയായിരുന്നു. കോഴിക്കോട് സെന്റ് ജോസഫ് സ്കൂളിലെ മെറീന ജോസഫിന് നിസ്സാര പോയിന്റുകൾക്കാണ് കലാതിലക ബഹുമതി നഷ്ടമായത്.